ഗുരുവായൂർ ഒരു അത്ഭുതം നിറഞ്ഞ സ്ഥലം തന്നെയാണല്ലേ. എന്താ പറയേണ്ടത്? അത്രയും ഭക്തജനങ്ങൾ വരുന്നു, അത്രയും പേരുടെ അനുഭവങ്ങൾ വരുന്നു. നമ്മുടെ ചാനലിലേക്ക് അങ്ങനെ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീജ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ത്രിമധുരം കേൾക്കാറുണ്ട് കേട്ടോ. എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും വിചാരിക്കായിരുന്നു. ഇപ്പോൾ ഇതാ എനിക്കും ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാനും ഭർത്താവും കുട്ടികളും കൂടി ഗുരുവായൂരിൽ പോയിട്ടോ. അന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ വലിയ തിരക്കായിരുന്നു. അകത്ത് കടക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എന്തായാലും അകത്ത് കയറി ഭഗവാനെ തൊഴണമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോൾ അന്നേരവും നല്ല തിരക്കായിരുന്നു. അതിനാൽ ഞങ്ങൾ നെയ്വിളക്കിന്റെ ക്യൂവിൽ കയറി. അവിടെയും നല്ല തിരക്കായിരുന്നു. തൊഴാൻ പറ്റുമോ എന്ന് പോലും സംശയിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയൊക്കെ കാത്തു നിന്ന് ഭഗവാനെ നന്നായി ഒന്ന് കാണാൻ കഴിയുമോ എന്ന്. അകത്ത് കയറിയാൽ പെട്ടെന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് മാറാൻ പറയുമോ? എൻ്റെ മുന്നിലുണ്ടായിരുന്ന 2-3 പേര് വളരെ പൊക്കമുള്ളവരായിരുന്നു. ഒടുവിൽ ഭഗവാന്റെ മുന്നിലെത്തി ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി മുന്നിലുണ്ടായിരുന്ന സെക്യൂരിറ്റി പറഞ്ഞു, ആ മുന്നിലുള്ളവർ ഒന്ന് മാറിക്കൊടുക്കുമോ, അവരൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ ഭഗവാനെ തൊഴുതു നീങ്ങിയപ്പോൾ അവർ വീണ്ടും ചോദിച്ചു, നന്നായി തൊഴുതില്ലേ? ഇതുകൂടി കേട്ടപ്പോൾ ഭഗവാൻ എന്നോട് നേരിട്ട് ചോദിച്ചതുപോലെ തോന്നിട്ടോ. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്താ ആ സമയത്ത് അങ്ങനെ ആ വിളക്കുകളുടെ പ്രഭയിൽ ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റുക എന്ന് പറയുന്നത്, ഒരു 30 സെക്കൻഡെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു ഭാഗ്യമാണല്ലേ. നമുക്ക് അങ്ങനെ കിട്ടാറില്ല. വളരെ തിരക്ക് പിടിച്ച സ്ഥലമല്ലേ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഭഗവാൻ എന്നെ എത്ര എത്ര പൂജകൾക്ക് സാക്ഷ്യം വഹിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഗ്യാപ്പിലല്ലേ ഭക്തരെ ഒന്നും കാണുന്നുള്ളൂ. ഭക്തരെ പക്ഷെ ഭഗവാൻ എല്ലായ്പ്പോഴും കാണുന്നുണ്ട്. അതിവിടെ മുഴുവൻ നടന്ന് നടന്ന് കാണുന്നുണ്ട്. അപ്പം ഒന്നും പറയാനില്ല. ഈ അനുഭവം ജീജ ചേച്ചിയുടെ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ കാര്യങ്ങളുണ്ട്, സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു.